പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 11-ാം മാസത്തിൻ്റെ 19-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും ദൈവസന്നിധിയിൽ വചന സന്ദേശത്തിനായി പ്രവേശിക്കാം. സങ്കീർത്തനക്കാർ ഇപ്രകാരം പാടുന്നു: അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു, അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. മനുഷ്യർ പലപ്പോഴും വാക്ക് മാറുന്നവരും വഞ്ചിക്കുന്നവരുമാണ്. ഒരു പ്രവൃത്തിക്ക് ഇന്ന പ്രതിഫലമെന്ന് നിശ്ചയിച്ച ശേഷം സമയം വരുമ്പോൾ പറഞ്ഞ അളവിൽ അത് കൊടുക്കാതെ ഇരിക്കുകയും ഒട്ടും തന്നെ കൊടുക്കാതെ വഞ്ചിക്കുകയും ചെയ്യുന്നവരുമുണ്ട്. മനുഷ്യർ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾക്ക് ദൈവത്തിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന ദൈവവചനം പറയുന്നുണ്ടെങ്കിലും ചെയ്യുന്ന പ്രവൃത്തികളുടെ ഉദ്ദേശശുദ്ധിയും നടപടികളും നന്നല്ല എങ്കിൽ പ്രതിഫലം ലഭിക്കുകയില്ല എന്നും കൂടെ വചനം മുന്നറിയിപ്പ് തരുന്നുണ്ട്. രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്നവിടെ എല്ലാ നല്ല പ്രവൃത്തികൾക്കും പ്രതിഫലമുണ്ടാകും. അവയിൽ ചില പ്രവൃത്തികൾ നമുക്ക് നിസ്സാരമെന്നും പ്രയോജനമില്ലാത്തതുമാണ് എന്ന് തോന്നിയാലും അവയെല്ലാം വളരെ പ്രതിഫലത്തിന് കാരണമാകുമെന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്ന നീതിമാന്മാരവർക്ക് എന്തെല്ലാം പ്രതിഫലമാണ് ദൈവം ഒരുക്കി വച്ചിരിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായി പറയുവാൻ കഴിയുകയില്ല. എന്തു തന്നെ ഒരുക്കി വച്ചിരുന്നാലും ക്രിസ്തുവിനെ നമുക്ക് നേരിൽ കാണുവാനും ക്രിസ്തുവിനോടൊപ്പം നിത്യത മുഴുവൻ കഴിയുവാനും സാധിക്കുക എന്നുള്ളത് മറ്റെന്തിനേക്കാളും വിലയുള്ളതാണെന്ന് നമുക്ക് സ്തോത്രം തിരിച്ചറിയുവാനിടയാകണം. ക്രിസ്തു നമ്മുടെ അവകാശമായിരിക്കും എന്നതിന് സംശയമില്ല. അബ്രഹാമിന് എണ്ണമറ്റ അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും ദൈവം കൊടുക്കുന്നതിന് മുമ്പേ ദൈവം തന്നെയായിരിക്കും തൻ്റെ പ്രതിഫലമെന്ന് അബ്രഹാമിനോട് അരുളി ചെയ്തു. ഒരു ഭക്തന് ഭൗതിക പ്രതിഫലങ്ങളും ഇവിടെ വെച്ച് ലഭിച്ചില്ല എന്ന് വന്നാലും നിത്യതയിൽ ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങളും പ്രതിഫലങ്ങളും ഒരിക്കലും ലഭിക്കാതെ പോകയില്ല. ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ മഹത്വം മനസ്സിലാക്കിയിരിക്കുന്ന എണ്ണമറ്റ ഭക്തന്മാർ ലോകത്തിലെ സുഖസമൃദ്ധിയുടെ പുറകെ ഓടാതെ ഈ ലോകത്തിൽ വിശുദ്ധിയോടെ ജീവിച്ച് സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് നിത്യതയിൽ പ്രവേശിക്കുമ്പോൾ അവർക്ക് ഒരുക്കിയിരിക്കുന്ന വിലയേറിയ പ്രതിഫലങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വ്യക്തവും ശക്തവുമായി തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നും അനേകർ സ്തോത്രം അങ്ങനെ തന്നെ വിശുദ്ധിയോടെ ജീവിക്കുകയും ചെയ്യുന്നു, പ്രത്യാശയോടെ. ലോകപ്രകാരം ഏറ്റവും ഉന്നതിയിൽ ജീവിക്കേണ്ട മോശ തിരഞ്ഞെടുത്തത് എന്തെന്ന് നമുക്ക് നന്നായി അറിയാമല്ലോ. ഹല്ലേലൂയ. ഫറവോന്റെ കൊട്ടാരത്തിൽ ചിലപ്പോൾ ഫറവോന് ശേഷം അടുത്ത രാജാവായി തിരഞ്ഞെടുക്കേണ്ട മോശ 40 വർഷം മരുഭൂമിയിൽ ആടുകളെ മേച്ച് താൻ കഷ്ടത അനുഭവിച്ചു. അതിനുശേഷം തൻ്റെ ജീവിതത്തിൽ ദൈവമക്കളെ നയിപ്പാനായി ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ വേണ്ടി തൻ്റെ ജീവിതത്തെ മാറ്റിവെക്കുവാനിടയായി. ലോകപ്രകാരം ഏറ്റവും ഉന്നതിൽ ജീവിക്കേണ്ട മോശയായിരുന്നു. എന്നാൽ താൻ കഷ്ടത തിരഞ്ഞെടുക്കുവാനിടയായി. അപ്പോസ്തലനായ പൗലോസ് കോടികളുടെ സമ്പത്തുണ്ടായിട്ടും കോടികളുടെ ആസ്തി ഉണ്ടായിട്ടും എല്ലാം ചപ്പന്നും ചവറന്നും എണ്ണി നിത്യതയുടെ തേജസ്സിനെ ഓർത്ത് വിശ്വാസത്തോടെ താൻ വിശ്വസ്തയോടെ ജീവിച്ചു. ആകയാൽ മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത് എന്നാ തിരുവചനം പറയുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തർക്ക് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട് എന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ആമേൻ. അരിമനാഥനായ കർത്താവ് വേഗം വരും, അതിന് സംശയം വേണ്ട. ആകയാൽ നല്ല പ്രതിഫലത്തിനായും
വിശുദ്ധിയോടെ, വേർപാടോടെ, വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നമുക്ക് നിലനിൽക്കാം. നമ്മുടെ കർത്താവ് വേഗം വരുന്നു. നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം. നന്മ ചെയ്യുവാൻ പ്രാപ്തിയുള്ളപ്പോൾ അർഹതയുള്ളവർക്ക് ചെയ്യാതെ ഇരിക്കരുതേ. നിന്റെ പ്രതിഫലത്തെ നീ നഷ്ടപ്പെടുത്തി കളയരുത്. ആകയാൽ ആമേസ്തോത്രം, നമ്മുടെ മുന്നിൽ ആമേസ്തോത്രം സാധുവായ ഒരു വ്യക്തി അല്ലെങ്കിൽ ദൈവദാസന്മാർ, വിശ്വാസമക്കൾ, അവൻ കഷ്ടതയിൽ കഴിയുന്ന പ്രിയപ്പെട്ടവർ, സഭ അവരെയൊക്കെ കൈത്താങ്ങി അവരെ ആശ്വസിപ്പിച്ച് അവരോട് വിശ്വസ്തത പുലർത്തി ദൈവത്തിൽ നിൽക്കുവാൻ തയ്യാറായാൽ നിശ്ചയമായി ദൈവം നമുക്കായി ഒരു നല്ല പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പ്രാപിക്കുവാൻ കഴിയും, സംശയം വേണ്ട. ഈ പ്രഭാതം നല്ല പ്രതിഫലത്തിന് യോഗ്യരായി നമുക്ക് നിൽപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. നമ്മുടെ കണ്ണുകളെ ദിവസം അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ ഒരു നല്ല പ്രഭാതം കൂടെ കാണുവാൻ സ്വർഗം എന്ന വിലയേറിയ ഭാഗ്യത്തിനായി സ്തോത്രം. ഞങ്ങൾ കുടുംബത്തിൽ വിശ്വസ്തരായി നിൽപ്പാൻ, സഭയിൽ വിശ്വസ്തരായി നിൽപ്പാൻ, കർത്താവെ നല്ല പ്രതിഫലത്തിന് ദൈവസേന ഞങ്ങൾ വിശ്വസ്തരായി കാണപ്പെടുവാൻ സ്വർഗം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളെ ഈ പ്രഭാതം നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. എല്ലാവിധമായ നന്മകളാൽ നിറയ്ക്കും. മകച്ചമങ്ങെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗാഡ് ബ്ലെസ് യു. ദൈവം ഈ പ്രഭാതം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.